മേയർ തൽസ്ഥാനത്തിരിക്കാൻ ഒരു നിമിഷം പോലും യോഗ്യതയില്ലാതായിരിക്കുക. ഭൂരിപക്ഷം നഷ്ടപ്പെട്ട മേയർ എത്രയും പെട്ടെന്ന് രാജിവെക്കണം. ഇത് രാഷ്ട്രീയ കാരണം മാത്രമല്ല, ഒരു മേയർ എന്നുള്ള നിലയിൽ സമ്പൂർണ്ണ പരാജയമാണ് കഴിഞ്ഞ 3 മാസത്തിലേറെയായിട്ട് അദ്ദേഹം. നിയമപരമായി നിയമാനുസൃതമായി വിളിച്ചു കൂട്ടേണ്ട കൗൺസിൽ യോഗം പോലും വിളിച്ചു കൂട്ടിയിട്ടില്ല. കഴിഞ്ഞ മാസം നടത്തിയ സ്പെഷ്യൽ കൗൺസിൽ അത് നിയമാനുസൃതമുള്ള ഒരു കൗൺസിലല്ല. 30 ദിവസം അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം കൗൺസിൽ വിളിച്ചു ചേർക്കണം എന്നുള്ള നിയമം മേയർ തന്നെ ലംഘിച്ച ഒരു സാഹചര്യത്തിൽ നിയമപരമായിട്ടും ആ സ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിന് യോഗ്യതയില്ല. ഇതിൽ മറുപടി പറയേണ്ട, വ്യക്തമാക്കേണ്ട CPM ജനങ്ങളോട് നിലപാട് വ്യക്തമാക്കാൻ തയ്യാറാകണം. തെരഞ്ഞെടുപ്പിന് മുമ്പ് മേയർ പരസ്യ പ്രസ്താവന നടത്തി BJP സ്ഥാനാർത്ഥിയെ പുകഴ്ത്തിയപ്പോഴും CPMൻ്റെ നേതൃത്വം ഒരക്ഷരം മിണ്ടിയില്ല. ഇലക്ഷൻ കഴിഞ്ഞിട്ടും ജയിച്ച BJP MP-യെ പുകഴ്ത്തിയപ്പോഴും CPM അത് വിലക്കിയില്ല. എന്നാൽ മേയർ സ്ഥാനത്ത് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി ഇടതുപക്ഷക്കാരനായി കഴിഞ്ഞ 3.5 വർഷക്കാലമായി സ്ഥാനത്തിരിക്കുന്ന മേയറോട് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ഒഴിയണമെന്ന് CPM ആവശ്യപ്പെട്ടിട്ടില്ല. അതിൻ്റെ അർത്ഥം CPMൻ്റെ മൗനാനുവാദം മേയർക്ക് അനുകൂലമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്